ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് 3D ഹെയർ സ്റ്റൈൽ എംബ്രോയ്ഡറി ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഡിസൈൻ വരച്ചിരിക്കുകയാണ്, ഒരു ഹെഡ്. അപ്പോൾ നമുക്കതിൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ആങ്കർ ത്രെഡ് ഉപയോഗിക്കാം. ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ചാണ് ബോഡി പാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലെയറായിട്ട് നീഡിലിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ചാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ബോഡി പാർട്ടിന് വേണ്ടിയിട്ട്. സ്കിന്നിൻ്റെ കളറാണ് ഞാൻ യെല്ലോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ചാണ് സ്കിന്നിന് വേണ്ടിയിട്ട് ഞാനവിടെ ചെയ്യുന്നത്. സ്കിന്നിൻ്റെ ഭാഗം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലൊരു ചെറിയൊരു ഡ്രസ്സിൻ്റെ പോർഷൻ ഞാൻ വരച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് റെഡ് കളർ ആങ്കറിൻ്റെ ത്രെഡ് കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അടുപ്പിച്ച് തന്നെ വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. ക്രോസ് ചെയ്തിട്ട് എടുത്തിട്ട് ഞാൻ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഡ്രസ്സിൻ്റെ പോർഷൻ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെയറിൻ്റെ പോർഷൻ ചെയ്യാം. ഈ കളർ ത്രെഡാണ് ആങ്കറിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത്. ഹെയർ ചെയ്യുമ്പോൾ ആദ്യം എത്ര ലെങ്ത്തിലാണോ ത്രെഡ് വേണ്ടത് അത്ര ലെങ്ത്തിലുള്ള ത്രെഡ് എടുത്ത് വെച്ച ശേഷം അടുത്ത് തന്നെ വീണ്ടും നീഡിൽ കുത്തിയിട്ട് എടുക്കുക. അതിനുശേഷം എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ത്രെഡ് അവിടുന്ന് നീഡിൽ കുത്തിയെടുത്ത് എൻഡ് ചെയ്ത ഭാഗത്തേക്ക് ക്രോസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്നാൽ അവിടെ സ്ട്രോങ് ആയിട്ട് എടുത്തിരിക്കുന്ന ലൈൻ ഇരുന്നോളൂ. അതുപോലെ നമുക്ക് എല്ലാ ലൈനും വെച്ച് നമുക്ക് സർക്കിൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ലൈനൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ പ്ലെയിൻ ആയി കിടക്കുന്ന ഭാഗത്ത് ഫിൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. സെയിം ത്രെഡ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്രോസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഉൾവശം ഞാൻ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഹെയർ എല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ത്രെഡ് ഉപയോഗിച്ച് തന്നെ സെൻറ്റർ പോർഷൻ കെട്ടിയെടുക്കാം. സാധാ മുടി പോണിറ്റെയിൽ കെട്ടുന്ന രീതിയിൽ നമുക്കത് കെട്ടിയെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ കെട്ടുകയാണ്. ഈ പോർഷനിലാണ് നമ്മൾ ത്രെഡ് ഉപയോഗിച്ചിട്ട് കെട്ടേണ്ടത്. നല്ല ടൈറ്റായിട്ട് വേണം കെട്ടാനായിട്ട്. നമ്മൾ ഈ മുടിയുടെ ബാക്കിയുള്ള പോർഷൻസും ഇതുപോലെ ചെയ്യുമ്പോൾ ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടൈറ്റായി തന്നെ അത് കെട്ടിക്കൊടുക്കണമെന്ന് പറയുന്നത്. ത്രെഡ് ഉപയോഗിച്ച് തന്നെ നമ്മളൊരു 2-4 ലെയർ ചുറ്റിയെടുത്താൽ തന്നെ അത് നല്ല ടൈറ്റായിട്ടിരിക്കും. എന്നിട്ട് നമുക്കത് നീഡിൽ വെച്ചിട്ട് നല്ല ടൈറ്റായി സെക്യൂർ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കുറച്ച് പോർഷൻ മാത്രം എടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നീഡിലും ത്രെഡും വെച്ചിട്ട് അത് നന്നായി ടൈറ്റ് ചെയ്ത് തുന്നിക്കൊടുക്കാം. അഴിഞ്ഞ ഓരോ ലെയറായിട്ട് പുറത്തേക്ക് വരാത്ത വിധത്തിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം തുന്നിക്കൊടുക്കാനായിട്ട്. ഇതുപോലെ കുറച്ച് ത്രെഡ് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ ത്രെഡും ട്വിസ്റ്റ് ചെയ്ത് പിൻ ചെയ്തെടുത്താലാണ് നമ്മൾ പുട്ടപ്പ് ചെയ്ത ഹെയർ സ്റ്റൈൽ പോലെ ഈ ത്രെഡുകൾ കിട്ടുകയുള്ളൂ. എല്ലാ ത്രെഡ് എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആങ്കറിൻ്റെ ത്രെഡ് 3 ലൈൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാധാ കെട്ടിടുന്നത് പോലെ അതിൻ്റെ ഒരു തുമ്പ് ഭാഗം കെട്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം 3 ലൈനും എടുത്ത് നമ്മൾ സാധാ മുടി പിൻ ചെയ്യുന്ന പോലെ പിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ത്രെഡും ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ എൻഡ് ഭാഗത്തൊരു കെട്ടിട്ട് കൊടുക്കാം. ബാക്കി ത്രെഡ് മുറിച്ച് കളഞ്ഞ ശേഷം നമുക്ക് ഈ ഹെയറിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് ഓരോ ലെയറായിട്ട് നമ്മൾ നീഡിലും ത്രെഡും ഉപയോഗിച്ചിട്ട് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലാണ് അത് സെക്യൂർ ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിതിൽ കുറച്ച് ബീഡ്സ് കൊടുക്കുകയാണ്. അതിനു വേണ്ടി ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ ഒട്ടിക്കാൻ എടുക്കുന്നത്. ഗ്ലൂ ഹെയറിൽ കൊടുത്ത ശേഷം ഞാൻ ബീഡ്സ്, ഷുഗർ ബീഡ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ആ ഗമ്മിൽ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള പല രീതിയിൽ നമുക്ക് ചെയ്യാം. ബോ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ ഇതിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം.
എൻ്റെ കയ്യിൽ ഗോൾഡൻ ബീഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.